ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളത്തിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന പച്ചക്കറിയാണ് പടവലം. കൃഷി വിജയിക്കാൻ ഏറ്റവും പ്രധാനം നല്ല ഇനം വിത്താണ്. അപ്പോൾ നന്നായിട്ട് വളരുന്ന പടവലത്തിൽ നിന്ന് നമുക്ക് വിത്ത് ശേഖരിക്കാം. മൂത്തുപഴുത്തു വരുന്ന പടവലത്തിൻ്റെ മാംസളമായ ഭാഗം വേർതിരിച്ച് ഒരു പാത്രത്തിലിട്ട് കഴുകിയെടുക്കുക. ഇപ്പോൾ കൂടുതൽ വിത്ത് ശേഖരിക്കേണ്ടി വരുമ്പോൾ പടവലത്തിൻ്റെ വിത്തടങ്ങിയ ഭാഗം ഒരു പാത്രത്തിലിട്ട് ഒരു രാത്രി പുളിക്കാനായിട്ട് വയ്ക്കുക. പിറ്റേന്ന് ഇതിൽ നിന്ന് നമുക്ക് കഴുകിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വിൽപ്പനയ്ക്കായിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടും നമുക്ക് പടവലം കൃഷി ചെയ്യാം. അടുക്കള തോട്ടത്തിൽ നമുക്ക് കുറച്ച് സ്ഥലത്തേക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അത് നമ്മുടെ സ്ഥല സൗകര്യം അനുസരിച്ച്. ഇപ്പോൾ 1/2 സെൻറ്റ് സ്ഥലത്തേക്ക് 10 ഗ്രാം വിത്താണ് നമുക്ക് വേണ്ടി വരുന്നത്. അതനുസരിച്ച് വിത്തിൻ്റെ അളവ് നമുക്ക് ക്രമീകരിക്കുക. കൂടുതൽ സ്ഥലമുള്ളവർക്ക് പടവല കൃഷിയിലൂടെ നമുക്ക് വരുമാനം നേടാനും സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശിയായ ശ്രീ ഫൈസൽ കളത്തിലിൻ്റെ കൃഷിത്തോട്ടമാണ്. ജൈവ രീതിയിൽ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഇദ്ദേഹം പയർ, പടവലം, പാവൽ എന്നുവേണ്ട വീട്ടാവശ്യത്തിനും വിൽപ്പനയ്ക്കുമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പടവലം കൃഷി ചെയ്യുമ്പോൾ നീർവാഴ്ചയുള്ള സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ എന്ന കാര്യം ശ്രദ്ധിക്കുക. വിത്ത് മുളപ്പിച്ചോ അല്ലെങ്കിൽ കുഴിയെടുത്ത് അതിൽ വിത്ത് നട്ടോ നമുക്ക് തൈകൾ കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. ചെടികൾക്കിടയിൽ 2 മീറ്റർ അകലമുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. വിത്ത് പാകി മുളപ്പിച്ച് അത് പറിച്ചു നടുമ്പോൾ 2-3 ഇല വന്നതിന് ശേഷം പറിച്ചു നടുക. ഈ സമയം വരെ നമ്മൾ വെയിൽ കൊള്ളാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിൽ നേരിട്ടേൽക്കാത്ത രീതിയിൽ തണൽ നൽകുക. അടിവളമായി പഴകിയ കോഴിക്കാഷ്ടം, കടലപ്പിണ്ണാക്ക്, ചാരം, എല്ലുപൊടി ഇതിൽ നമുക്ക് ലഭ്യമായത് ചെറിയ അളവിൽ മണ്ണുമായിട്ട് ചേർത്ത് മണ്ണൊരുക്കാവുന്നതാണ്. വിത്ത് മുളച്ച് 20 ദിവസം കഴിഞ്ഞ് നമുക്ക് ആദ്യം വളം ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാ ആഴ്ചയിലും ഓരോ പിടി പച്ചച്ചാണകം ഓരോ ചെടിക്കും ചേർക്കാവുന്നതാണ്. പൂവിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ചേർക്കുന്നത് ധാരാളം കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രോ ബാഗിലും നമുക്കിത് നടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിലും ഈ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. ഇപ്പോൾ ടെറസിൽ ചെയ്യുമ്പോൾ ഗ്രോ ബാഗിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ ജൂലൈ മാസത്തിലെ നല്ല മഴയൊന്നു കഴിഞ്ഞാൽ നമുക്ക് പടവലം കൃഷി ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ്. പടവലത്തിൻ്റെ വിത്ത് ചാണകത്തിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചാൽ കീടശല്യം ഉണ്ടാകില്ല. അതുപോലെ തന്നെ നല്ല വിളവും കിട്ടും. പലരും പറയുന്ന ഒരു പരാതിയാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. 20 ഗ്രാം കായപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുന്നത് പൂക്കളും കായ്കളും ഒക്കെ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പടവലം നടുന്നത് മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആയിക്കോട്ടെ, പക്ഷേ നല്ലൊരു പന്തൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നല്ല ഉറപ്പുള്ളൊരു പന്തലില്ലെങ്കിൽ കായ്കളുടെ ഭാരം കൊണ്ട് ഇത് മറിഞ്ഞു വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പന്തൽ തന്നെ നമ്മൾ തയ്യാറാക്കുക. പ്രത്യേകിച്ചും കൂടുതൽ പടവലം നടുന്നവർ അക്കാര്യം ഓർക്കുക. പ്രധാന വള്ളി പന്തലിൽ കയറി കഴിഞ്ഞാൽ ചുവട്ടിൽ പടർന്നു കിടക്കുന്ന ചെറുവള്ളികൾ നമുക്കൊന്ന് മുറിച്ചു മാറ്റാം. ഈ രീതിയിൽ ചെയ്യുന്നത് പടവലത്തിൽ നിറയെ കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ കീടശല്യം എല്ലാ കൃഷിയിലും ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. കീടശല്യം അകറ്റാനായിട്ട് ഗോമൂത്രം, കാന്താരി, വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കീടത്തിൻ്റെ ശല്യം ഇല്ലെങ്കിൽ പോലും ഇത് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പോഷക ഗുണത്തിലും ഔഷധ ഗുണത്തിലും ഒന്നാമതായി നിൽക്കുന്ന പടവലം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ദിവസേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ജൈവ കർഷകരിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കൃഷിലോകം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പടവലം കൃഷി ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.